വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇലക്ഷൻ ഡേ ആണ്. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സാധാരണ ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു കാഷ്വൽ ടോക്കായിരിക്കും, ഒരുപാട് സ്ട്രെസ്സൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ കേൾക്കുക, ഫ്രീ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കേട്ടാൽ മതി. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ? അല്ലേ? ഓക്കെ, സോ ഇന്ന് ഞാൻ വീട്ടിലായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഇനി ഡിസംബർ ഇപ്പോൾ കഴിയും, ഇന്നൊരു 20 ദിവസം കൂടി ഉള്ളൂ. നമ്മൾ 100 ഡേ ചലഞ്ചിൽ നിന്ന് 80 ഡേ ആയി. അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഒരു 20 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ 100 ഡേ ചലഞ്ച് ക്ലോസ് ആവും. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതൊരു നല്ലൊരു സക്സസ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ജനുവരിയിലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? നമുക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നമ്മളെല്ലാം റെസൊല്യൂഷൻസ് എടുക്കും, അത് നടപ്പിലാക്കും. അങ്ങനെ കുറേ പ്ലാൻസ് ഒക്കെ ആയിട്ടായി നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത വർഷത്തിലോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു 20 ഡേ ചലഞ്ച് ചെയ്യാം. ആ ചലഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യുന്നതിന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ലിമിറ്റ് ഉണ്ട്. കുറച്ച് നേരം സംസാരിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ കുറേ നേരം സംസാരിക്കാം, കൂളായിട്ട് സംസാരിക്കാം. കാരണം നമുക്ക് ടൈമിൻ്റെ ടെൻഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 20 ഡേ ചലഞ്ചിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 20 ദിവസത്തെ പ്ലാൻ. ഓക്കെ, ഡേ 1 തൊട്ട് ഡേ 20 ഡേയിൽ കുഞ്ഞു പ്ലാനാണ് ഉള്ളത്. കുറച്ച് ചെറിയ പ്ലാനുകളാണ്. അത് നിങ്ങൾക്ക് സൈഡായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇന്നിപ്പോൾ ചെറിയ പ്ലാനല്ലേ, നാളെ അങ്ങനെ ഇതിനെല്ലാം കൂടി ചെയ്യാം അങ്ങനെ വിചാരിക്കരുത്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാം, ഇത്രേ ഉള്ളൂ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ, നമ്മുടെ ടെലിഗ്രാമിനകത്ത് ചാനലിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി ഒരു 6 സബ്ജക്ട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 സബ്ജക്റ്റ്, സയൻസ് ഉൾപ്പെടെ 6 സബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതുവരെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണ്, ആദ്യമായിട്ടാണ് ഈ സംഭവം കേൾക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എനിക്ക് ബയോയിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ലിങ്കിൽ വഴി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കയറാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും 2-3 പേർക്ക് ലിങ്ക് കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറാൻ പറ്റും. അങ്ങനെ കയറുന്നവരെ ആലോചിക്കുക, ഇന്ന് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു 20 ഡേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 20 ഡേ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജനുവരിയിൽ ഫ്രഷ് ആയിട്ട് എൻ്റർ ആവാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 20 ഡേ ചലഞ്ചിന് നിങ്ങൾ റെഡി ആകുമ്പോഴത്തേക്കും ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാമിനകത്തുള്ള PSC സ്റ്റുഡൻസ് ആണ് നിങ്ങളെല്ലാവരും, ബിഗിനേഴ്സ് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ആ 20 ഡേ ചലഞ്ച് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സ്, നിങ്ങളിൽ എന്താണോ റിസോഴ്സ് ഉള്ളത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും 10th ലെവലായാലും ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ അയ്യര് കളി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ടേം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീട്ടിൽ നിന്ന് എനിക്കറിയുന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അടുത്ത 2026 നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ജോലി കിട്ടും. പിന്നെ ഒരു ചെറിയൊരു കാര്യം പറയാം. എൻ്റെ നാക്കിൻ്റെ സൈഡിൽ ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വൈറ്റമിൻ B കോംപ്ലക്സിൻ്റെ കുറവാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സംസാരത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ടെലിഗ്രാമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഡീറ്റെയിൽസ് ഇങ്ങനെ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അത് പഠിച്ച് പോവുക. അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. 20 ഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് 20 ദിവസത്തേക്ക് 20 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മൾ 10 ഡേ ചലഞ്ച് ഡിസംബറിൽ കയറുന്നതിന് മുമ്പ് 10 ഡേ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചലഞ്ചിനകത്ത് നമ്മളൊരു പ്ലാനറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലാനറിനകത്ത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പം അതും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതും ഉറപ്പരുത്. അത് രണ്ടിൻ്റെയും കൂടി എക്സ്ട്രാ ആണ് ഈ 20 ഡേ ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ 20 ഡേ ചലഞ്ചിൽ 1 to 20 ഡേയ്സ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള പ്ലാൻ ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്യേണ്ടത് ക്ലീൻ യുവർ സ്പേസ്. നിങ്ങളെ സ്പേസ് എവിടെയെങ്കിലും ഒരുപാട് എഫേർട്ടൊന്നും എടുത്താൽ നമ്മൾ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചേക്കാണ്. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്ലീൻ ആക്കും വീണ്ടും അലമ്പാവും, ഞാൻ വീണ്ടും ക്ലീൻ ആക്കും പിന്നെയും അലമ്പാവും, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. സോ എനിക്ക് പിന്നെയും അതിനകത്ത് വർക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായി? എനിക്ക് ആ ഒരു ഡിസിപ്ലിൻ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് പോലും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഡിസിപ്ലിൻഡ് ആവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ആക്കാൻ കുറച്ചുകൂടി സമയം എടുക്കും. ഞാൻ ക്ലീൻ ആക്കണം. കാരണം ഞാൻ അന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിലും 10 ഡേ ആയിട്ടേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് മൊത്തത്തിൽ മെസ്സായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ക്ലീൻ ആക്കണം. അപ്പോൾ നിങ്ങളുടെ സ്പേസ് ആണോ, നിങ്ങൾ എന്താണോ നിങ്ങൾ അലമ്പായി കിടക്കുന്നത് അത് ക്ലീൻ ആക്കുക. ഫസ്റ്റ് ചാലഞ്ചാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടാസ്ക് എന്നത്. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രിങ്ക് വാട്ടർ, വെള്ളം കുടിക്കുക. ഓക്കെ, വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ എല്ലായിടത്തും പറയും കേട്ടോ. എനിക്കിപ്പം ഓഫീസിൽ തന്നെ ആരെങ്കിലുമൊക്കെ എനിക്ക് തലവേദന എടുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും വെള്ളം കുടിക്കുക എന്ന് പറയും. അതെനിക്ക് തന്നെ ആർക്കെങ്കിലും പനിയാന്ന് പറഞ്ഞാൽ ഞാൻ പറയും വെള്ളം കുടിക്കുക, പനി മാറുന്നു. പക്ഷേ എനിക്കത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് തലവേദന അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഇടുകയാണെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാവും.
എന്ന് വെച്ചാൽ തലവേദന മാറും. മനസ്സിലായി? അപ്പം ഈ വെള്ളം എന്ന് പറയുന്ന ഒരു മാജിക്കൽ സംഭവമാണ്. നമ്മൾക്ക് അറിയാഞ്ഞിട്ടാണ്. നിങ്ങളിപ്പോൾ വെള്ളം കുടിക്കുന്നില്ല, ഞാൻ കുടിക്കുന്നില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനെയല്ല. നിങ്ങൾ വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആവും, നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. എനിക്ക് ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഞാൻ നല്ലപോലെ വെള്ളം കുടിക്കും. പക്ഷേ വെള്ളം കുടിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് വെള്ളം കുടിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്യൂസ്, ഫിസിക്കലായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. തലവേദന വരാറുണ്ട്, ക്ഷീണം വരാറുണ്ട്, ഒരു ഉന്മേഷക്കുറവ് ഫീൽ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഞാൻ 2 ദിവസം വെള്ളം കുടിയൊന്നും കറക്റ്റ് അല്ല. നമ്മൾ ഈ ലാസ്റ്റ് കുറച്ച് ട്രബിൾസ്, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം കുടിക്കുക. അപ്പം നിങ്ങൾ സെക്കൻഡ് ഡേ ചെയ്യേണ്ട കാര്യം, നല്ലപോലെ വെള്ളം 2 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. 2 ലിറ്റർ വാട്ടർ കുടിക്കാൻ ശ്രമിക്കുക. ഡ്രിങ്ക് 2 ലിറ്റർ ഓഫ് വാട്ടർ ഡെലിബറേറ്റ്ലി. നിങ്ങൾ എന്ത് അറിയാമോ, 2 ലിറ്റർ എടുത്ത് വയ്ക്കുക. ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് ശീലം കാണത്തില്ല കുടിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് രാവിലെ തൊട്ട് സിപ്പ് ചെയ്ത് നിങ്ങൾക്ക് 24 hours ഉണ്ട്. നിങ്ങൾക്ക് 24 hours യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 2 ലിറ്റർ വാട്ടർ കംപ്ലീറ്റ് ചെയ്യാം. അതാണ് സെക്കൻഡ് ടാസ്ക്. ക്ലിയർ ആണല്ലോ? തേർഡ് ടാസ്ക്, വാക്ക് ഫോർ 20 minutes, 20 മിനിറ്റ് നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് വിചാരിക്കും നടക്കുക എന്ത് സംഭവം, 20 മിനിറ്റ്. നിങ്ങളുടെ ദിവസത്തിൽ ഒരു 3-ാം ദിവസമാണ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ട. ഫസ്റ്റ് ഡേ നിങ്ങൾ ക്ലീൻ ചെയ്തു, സെക്കൻഡ് ഡേ വാട്ടർ ഇൻടേക്ക് ചെയ്തു, തേർഡ് ഡേ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, നടക്കണം. നമ്മളിപ്പം ചിലപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ ജിമ്മിൽ പോകുന്നേ, പിന്നെ ഞാൻ അതിന് എക്സ്ട്രാ നടക്കാൻ പോകാൻ എനിക്ക് വയ്യ, എങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, നടക്കുക. എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രകൃതിയിലോട്ട് ഇറങ്ങി. നമ്മൾ രാവിലെ ഞാനും സത്യം പറഞ്ഞാൽ ഞാനും ഇതൊക്കെ ചെയ്യും. ഞാനും നിങ്ങളുടെ കൂടെ ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. അപ്പം 3-ാം ദിവസം നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്, നമ്മൾ നടക്കാൻ പോകണം. ഓക്കെ, നമ്മൾ നടക്കും, നമ്മൾ ഇറങ്ങി നടക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് വലിയ പരിചയമില്ല. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളും, പക്ഷേ എനിക്ക് വലിയൊരു പരിചയമില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ മറ്റന്നാൾ രാവിലെ നടക്കും. ഓക്കെ, മറ്റന്നാൾ രാവിലെ ചിലപ്പോൾ ഞാൻ ഇവിടെ കാണത്തില്ല. മറ്റന്നാൾ രാവിലെ ഞാൻ മൂന്നാർ പോവും, ട്രിപ്പ് പോകും ഗൈസ്. ഗോയിങ് ട്രിപ്പ്, ഐ എം ഗോയിങ് ടു എ ട്രിപ്പ്. അപ്പോൾ ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും അവിടെ നടക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു വൈബായിരിക്കും. ഓക്കെ സെറ്റ്. അപ്പം നമുക്ക് മറ്റന്നാൾ നടക്കാൻ പോകാം. മനസ്സിലായല്ലോ? അപ്പോൾ നാളെ നമ്മൾ 2 ലിറ്റർ വെള്ളം കുടിക്കുന്നു, അതിന് മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നടക്കാൻ പോകുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത ദിവസം ഫസ്റ്റ് ഡേ ക്ലീൻ ചെയ്യുന്നു, എഴുതി വെച്ചോണേ. സെക്കൻഡ് ഡേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, സെക്കൻഡ് ഡേ നമ്മൾ വെള്ളം കുടിക്കാൻ പോവാം. തേർഡ് ഡേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, നടക്കാൻ പോവാം. ഓക്കെ, എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, ഫോർത്ത് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, നമ്മൾ 2025 കഴിയാൻ പോലെ നമ്മൾ 2025 നമ്മളുടെ ലൈഫിൽ സംഭവിച്ച ഹൈലൈറ്റ്സ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹൈലൈറ്റ് ഇല്ലേ, നിങ്ങൾക്കായിട്ടറിയാം. കുറേ ഡെസ്പറേറ്റ് ആയിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ ഹാപ്പി ആയിട്ട് സംഭവങ്ങളുണ്ട്, കുറേ സർപ്രൈസസ്, അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, ഹൈലൈറ്റ്സ്. നമ്മളില്ല റീക്യാപ്പ് ചെയ്തില്ല, അതിടക്ക് നമ്മൾ ഈ റീൽസിലെ കാണത്തില്ലേ, കഴിഞ്ഞ വർഷം റീക്യാപ്പ് ചെയ്തിട്ട് വരുന്നതൊക്കെ. അപ്പോൾ അതേപോലെ നമ്മുടെ ലൈഫിലെ റീക്യാപ്പ്. ഓക്കെ, അതൊന്ന് സെറ്റ് ചെയ്യാം, അത് ചെയ്യാം. അപ്പം എന്തൊക്കെയായിരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഈ ആലോചിച്ചെടുക്കണം, എന്തൊക്കെയായിരിക്കും. എൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഹൈലൈറ്റ് കിട്ടി, നിങ്ങളെ ഹൈലൈറ്റ് തപ്പി കണ്ടുപിടിച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ നടന്ന മെയിനായിട്ട് കാര്യങ്ങൾ നമ്മൾ എഴുതി ഹൈലൈറ്റ്സ് ചെയ്തു. ഹൈലൈറ്റ് കഴിഞ്ഞിട്ട് വരുന്ന എന്താ പറയുമ്പോൾ, ഹൈലൈറ്റ് വരുന്നിട്ട് നമ്മൾ 20 വേണ്ടാത്ത സാധനങ്ങൾ എടുത്ത് കളയുക. ഓക്കെ, നമുക്കറിയാം നമ്മുടെ അലമാരിയിലാണെങ്കിലും ഷെൽഫിലാണെങ്കിലും ഒക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാ, അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എനിക്കത് ഉപയോഗം വരും എന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സംഭവം പറയാം. ഞാൻ പണ്ട് വയനാട് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ MSW ഞാൻ പഠിച്ചത്. അപ്പോൾ സോഷ്യൽ വർക്ക് പഠിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ട് ഞങ്ങളവിടെ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ചെന്ന് തിരിച്ച് വരാൻ നേരത്ത് ഞങ്ങളൊരു ചെറിയൊരു വാട്ടർ ബോഡി, എന്തോ ഒരു വെള്ളം, ഒരു കുളത്തിലിറങ്ങിയിട്ട് അവിടെ എവിടെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കുളത്തിലിറങ്ങി നിൽക്കാൻ നേരത്ത് എൻ്റെ കാലിൽ ഉരുണ്ട കല്ലുകളുണ്ടല്ലോ, നല്ല പോളിഷായിട്ട് വെള്ളം തട്ടി നല്ല മിനുസപ്പെടുത്തിയ നല്ല കല്ലുകൾ കേട്ടോ. എനിക്ക് ആ കല്ല് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്താ ചെയ്യുക, നല്ല ഭംഗിയുണ്ട് തടാ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം. കാക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, ഇത് നമുക്ക് പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു, നമുക്കില്ല ഇതുണ്ടല്ലോ കളറ്, വാട്ടർ കളർ അല്ലെങ്കിൽ പോസ്റ്റർ കളർ, അത് വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ പോസ്റ്റർ കളർ വെച്ചിട്ട് മുകളിലെല്ലാം ഇങ്ങനെ കുഞ്ഞു വീട്, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ല കല്ലിൻ്റെ മുകളിൽ നമ്മൾ വീടും സംഭവങ്ങളൊക്കെ വരയ്ക്കും. അങ്ങനെ വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതെല്ലാം കൊണ്ട് വാരി എടുത്ത് 2-3 വെയിറ്റുള്ള കല്ലാണ്, അത്യാവശ്യം നല്ല സൈസുള്ള കല്ലുകളാണ്. ഇവിടെ ഡെമോ ആണെങ്കിൽ ഒന്നും കാണുന്നില്ല, കല്ലുകളാണ്. അത് ഞാൻ എടുത്തിട്ട് എന്താണെന്ന് അറിയാമോ, എൻ്റെ ബാഗിൽ, ഞാൻ വയനാടാണ് സ്ഥലം, ഇരിട്ടിയിലാണെന്ന് തോന്നുന്നു, ഇരിട്ടി. ഓക്കെ, അവിടെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചിലപ്പോൾ തെറ്റൊക്കെ പറയും, എന്നെ ക്രൂശിക്കരുത് പ്ലീസ്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് സംസാരിക്കും കേട്ടോ, എനിക്കത് നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വയ്യ. അപ്പോൾ ഞാൻ ആ കല്ലുകൾ എടുത്തിട്ട് എന്ത് ചെയ്തു, ബാഗിലിട്ടിട്ട് ഞാനത് ചുമന്നു.
ഒരു 15 കാണും, കൂടുതലൊന്നുമില്ല, 15 കാണും. ഈ 15 ഞാൻ ചുമന്നിട്ട് എന്ത് ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അലമാരിയിൽ മേളിൽ തട്ടിൽ ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ അനിയത്തി വന്ന് ചോദിച്ച്, കാരണം നല്ല ഭംഗിയുണ്ട് കാരണം, അനിയത്തി ചോദിച്ചു, എടാ എലി ചെയ്ത്ത എനിക്ക് ഒരെണ്ണം തരുമോ, എനിക്കിങ്ങനെ പടം വരയ്ക്കണം, ഞാനും വരയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. മാത്രമല്ല ഇന്ന് വരെ അതിനകത്ത് ഒരെണ്ണം പോലും എടുത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് അതേ കണക്ക് തന്നെ എനിക്കൊന്നൊരു 3-4 വർഷമായി കാണും അതവിടെ ഇരിപ്പുണ്ട്. അവിടെ എൻ്റെ അരമാരുടെ മുകളിൽ അത് ഇരിപ്പുണ്ട്, സ്റ്റിൽ അവിടെ ഇരിപ്പുണ്ടത്. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ സ്റ്റോറി ഇടാം. ഓക്കെ. അങ്ങനെ വേണ്ടത് കുറേ സാധനം ഇരിപ്പില്ലേ, അതൊക്കെ എടുത്ത് ഞാൻ എടുത്ത് കളയാം. അത് കളയുമ്പോൾ നമുക്കൊരു ഇമോഷൻ ഫീൽ ചെയ്യത്തില്ലേ, അയ്യോ ഇതേ കളയണമെന്ന് നമുക്ക് തോന്നുന്നില്ലേ. അങ്ങനെ തോന്നെടുത്ത് എന്താണ് വെച്ചേക്കുന്നത്, ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. വേണമെങ്കിൽ നമുക്കൊരു ഓർമ്മയ്ക്ക് 1-2 വയ്ക്കാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ 20 അൺവാണ്ടഡ് തിങ്സ് റിമൂവ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ചിലപ്പോൾ പഴയ ഡ്രസ്സായിരിക്കും, നമ്മൾ അയ്യോ ഇതെൻ്റെ അപ്പൂപ്പ മേടിച്ചിരുന്ന ഡ്രസ്സായ, ചിലപ്പോൾ അങ്ങനത്തെ ഇമോഷൻസ് അങ്ങനെ കളയണ്ട. അങ്ങനെ ഇതിപ്പം എനിക്ക് കൊച്ചിലെ ഞാൻ ഇട്ട ഡ്രസ്സാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേണ്ട, 1-2 വെച്ചിട്ട് ബാക്കി കളയുക. അത് നമ്മളെ മെനക്കേടാ. അത് കളയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് കുറേ ഒരു എന്തൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ എന്തൊക്കെ ചേഞ്ച് ചെയ്ത് എന്നൊക്കെ തോന്നും. ഓക്കെ. അടുത്ത ദിവസം, ഇത് ഓരോ ദിവസങ്ങളിലാണ്, അടുത്ത ദിവസം ചെയ്യേണ്ടതാണ് റിമൂവ് 20 അൺവാണ്ടഡ് തിങ്സ് എന്ന് എഴുതുക. അടുത്ത ദിവസം ചെയ്യേണ്ടതാണ് എന്താ ചെയ്യുക, ഫോണില്ലേ ഫോൺ ഡീക്ലട്ടർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിനകത്ത് നമുക്കറിയാം, ചിലർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ വാട്സാപ്പ് ഇവിടെ ഇങ്ങനെ തോണ്ടി കണ്ടുപിടിച്ച് വാട്സാപ്പ് എടുത്തുകൊണ്ട് വരും. പിന്നെ അങ്ങനെ മനസ്സിലായോ, അതൊരു സിസ്റ്റം. നമ്മുടെ ഫോൺ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ ഡീക്ലട്ടർ ചെയ്യാന്ന് പറയുമ്പോൾ എന്തും കൂടി ഡീക്ലട്ടർ ചെയ്യണം, ഫോൺ കൂടി ഡീക്ലട്ടർ ചെയ്യണം. ക്ലട്ടർ എന്നൊക്കെ പറയുമ്പോൾ നാക്ക് നല്ല സീനാണ് ഗൈസ്. അപ്പം ഫോണും എന്ത് ചെയ്യണം, അതൊക്കെ തന്നെ ചെയ്യണം. മനസ്സിലായോ, ഫോണിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഡിലീറ്റ് ചെയ്ത് കളയുക, നമ്മുടെ ആപ്പുകളൊക്കെ കറക്റ്റ് ആക്കുക, നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന ആപ്പുകളൊക്കെ ഫ്രണ്ട് ഇടുക. അതായത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെയല്ല, നമുക്ക് പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളുണ്ടല്ലോ പഠിക്കാൻ വേണ്ടിയിട്ട്, ആ സംഭവങ്ങൾ മാത്രം ഫ്രണ്ട് ഇടുക. നമ്മൾ എന്തെങ്കിലും സമയം കളയുന്ന ആപ്പുകളെടുത്ത് ഒളിപ്പിച്ചിടുക, കാണണ്ട നമുക്ക് ആ സാധനങ്ങളൊന്നും, അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുക. ഓക്കെ. നമ്മൾ പെട്ടെന്ന് കാണുന്ന സാധനങ്ങൾ മാത്രം എടുക്കുക. അങ്ങനെയുള്ള സംഭവം സെറ്റ് ചെയ്യുക. റെഡി? അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതാണ് നമ്മുടെ 2 ടാസ്കുകൾ. 20 അൺവാണ്ടഡ് തിങ്സ് കളയാം, ഡീക്ലട്ടർ യുവർ ഫോൺ ഡീക്ലട്ടർ ചെയ്ത് നല്ല സെറ്റാക്കി സ്റ്റൈലാക്കി, പ്രൊഫൈൽ പിക്കൊക്കെ മാറ്റി, DP ഒക്കെ മാറ്റി, വാൾപേപ്പറൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കുക. അതാണ് അടുത്ത ദിവസം. നമുക്ക് വീഡിയോ കുറേ കാണും, ഫോട്ടോസൊക്കെ ഇഷ്ടംപോലെ, എന്തുമാത്രം സെൽഫി നമ്മൾ അടുത്തടിച്ച് കളയുന്നല്ലേ. ഇത് മാത്രം സെൽഫി ഒരു ആവശ്യമില്ലാതെ ആരെയൊക്കെ ഫോട്ടോ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് അവരെ നമുക്ക് അറിയത്തൂലില്ല. അങ്ങനെ എല്ലാം എടുത്ത് കളയുക. ഓക്കെ. സമയം കൊടുത്തിട്ട് കളയതെല്ലാം എന്തിനാ നമുക്ക് ആവശ്യമില്ല. അതാണ് നമ്മൾ അടുത്ത കാര്യം. നെക്സ്റ്റ് തിങ് ഈസ്, അടുത്ത 3 കാര്യങ്ങളെ സ്ട്രെച്ച് ചെയ്യുക, സ്ട്രെച്ച്, സ്ലീപ്പ്, റെഡ്യൂസ് ഷുഗർ. മറന്നു. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം, സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മീൻസ് നമ്മൾ നടക്കാൻ പോയിട്ടുണ്ട്, ദിവസം വർക്കൗട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വെറുതെ ഇരിക്കുന്ന സിറ്റുവേഷൻ വെച്ചോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാക്കേ, നല്ലൊരു ഒരു എനർജി കിട്ടുന്നില്ലേ. അങ്ങനെ നമുക്ക് സ്ട്രെച്ചിങ്ങിന് ഞാൻ യോഗ പഠിപ്പിച്ചുതരാം. ഓക്കെ. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് റിലാക്സ് ആയിട്ട് ബോഡിയൊക്കെ ഒന്ന് അനക്കി കൈയൊക്കെ ഒന്ന് മുകളിലോട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പിടിച്ച് ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. റിലാക്സ്. അപ്പോൾ നല്ല നമുക്ക് ബോഡിയിൽ ഫുള്ളൊരു സർക്കുലേഷൻ വരും. അപ്പം നമുക്ക് കാമാവും. ഞാൻ യോഗ ക്ലാസ് എടുക്കാം നിങ്ങൾക്ക് കേട്ടോ. ഐ വിൽ ടേക്ക് യോഗ ക്ലാസ്സസ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് എല്ലാ ദിവസവും പഠിക്കാൻ തോന്നും. മനസ്സിലായി, നമ്മൾ എനർജറ്റിക്കലി പഠിക്കും. എല്ലാ ദിവസവും എനിക്ക് പഠിക്കണം, എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് പഠിക്കണ്ടേ എന്നുള്ള ഫീൽ വരും. നമ്മൾ പഠിക്കും. മനസ്സിലായോ? അപ്പം ഇതാണ് അടുത്ത കാര്യം, സ്ട്രെച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്ലീപ്പ് കറക്റ്റ് ചെയ്യുക. നിങ്ങളൊരു 30 മിനിറ്റ് നേരത്തെ കിടക്കാൻ നോക്കിയേ. കാരണം നമ്മൾ നേരത്തെ കിടക്കുന്നുണ്ട്, നേരത്തെ എണീക്കണം. ഞാനൊരു 4 മണിക്കൊക്കെ എണീക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് 4 മണിക്ക് എണീക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 4 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് 3:59 ഞാൻ അലാറം വെച്ചിട്ട് കിടപ്പേ. 4 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അലാറം വെക്കും. അലാറം വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. ഞാൻ കണ്ണ് തുറക്കുന്നത് അലാറം കേട്ടല്ല, ഞാനൊരു 3:59 ആകുമ്പോൾ കണ്ണു തുറക്കും. സ്ഥിരം, സീരിയസ്ലി. ഞാൻ ചുമ്മാ തെല്ലാൻ വേണ്ടി പറയുന്നതല്ല, സത്യം. 3:59, 3:58 ഇതൊക്കെയാണ് ഞാൻ കണ്ണു തുറക്കുന്ന സമയം. കാരണം നമ്മളെ മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ്. സീരിയസ്ലി, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നാളെ നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ എണീക്കത്തില്ലേ? നിങ്ങൾ പറയുക നാളെ ഞാൻ മണാലി പോവുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുക. അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ നാളെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ എണീക്കത്തില്ലേ? നമുക്ക് അലാറം വേണോ? വേണ്ട. അതേ കണക്കാ,
നമ്മളങ്ങ് എണീക്കും, മനസ്സിലായി? ഇപ്പം ഞാൻ ആ ഒരു പാറ്റേണിലോട്ട് വന്നിട്ടുണ്ട്. രാവിലെ എനിക്ക് രാവിലെ ഞാൻ ഒരു മോർണിംഗ് പേഴ്സണാണ്, എനിക്ക് രാവിലെ എനിക്ക് ഇഷ്ടം. അപ്പം നിങ്ങൾ ജസ്റ്റ് നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കാൻ ശ്രമിക്കും. രാവിലെ എണീക്കുന്നത് കുറച്ചും കൂടി നല്ലത്, എഫക്റ്റീവ്, നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രാവിലെ എണീക്കുന്നത് നല്ലത്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് അപ്പം സ്ട്രെച്ച് ചെയ്യുക, സ്ലീപ്പ് ചെയ്യുക, ഷുഗർ കുറയ്ക്കാൻ നോക്കുക. നമ്മൾ ഷുഗറിൻ്റെ സംബന്ധം നിങ്ങൾക്ക് അറിയാം പഞ്ചാര കഴിക്കരുത്, നമുക്കറിയാം, നമ്മൾ ചെയ്യും. ഞാനും കട്ട് ചെയ്യണം, അതെനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് പഞ്ചാരയില്ലാതെ ചായ കുടിക്കാൻ പറ്റത്തില്ല, ഞാൻ ചായ കുടിക്കത്തില്ല, ആ ഒരു ടൈപ്പാണ് മാത്രമല്ല. പക്ഷേ എനിക്ക് ഒരുപാട് ചോക്ലേറ്റ്സ്, കേക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പക്ഷേ സ്റ്റിൽ ഞാൻ ഐ വോണ്ട് കൺസ്യൂം ടീ വിത്തൗട്ട് ഷുഗർ, അത് പക്ക എനിക്കിഷ്ടമല്ല. അപ്പം പക്ഷെ അത് പഠിക്കണം, അത് ശ്രമിക്കണം. കാരണം അത് ഭയങ്കര ഡേഞ്ചറാണ്, നമ്മൾ ഷുഗർ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതാണ് അടുത്ത കാര്യം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 ടാസ്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ 10 ടാസ്ക് നമുക്ക് ആദ്യം തീർത്തിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഒരു 10 ഒക്കെ എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 10 നമ്മൾ പറയാം. എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും. ഓക്കെ, 10 മനസ്സിലായിട്ടുണ്ടല്ലോ? ഏതൊക്കെയാണ് 10 എഴുതിയിട്ടുണ്ടോ? ഞാൻ വായിക്കട്ടാ. എത്ര പോയിന്റ് ആയി? 9 പോയിന്റ് ആയതേ ഉള്ളൂ. സോറി ഗൈസ്, ഒരു പോയിന്റ് വിട്ടുപോയി. ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് സെൽഫ് കെയർ. ഓക്കെ, അത് വിട്ടുപോയി. നമ്മൾ ഒരു ദിവസം സ്വസ്ഥമായിട്ടിരുന്നിട്ട് എന്ത് ചെയ്യുക? സെൽഫ് കെയർ ചെയ്യുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എവിടെയും പാർലറിലൊന്നും പോകുന്നത് വേണ്ട, ജസ്റ്റ് വീട്ടിൽ ഇരുന്നിട്ട് തലയൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് നല്ല എണ്ണ എടുത്ത് നല്ലോണം തലയൊക്കെ നല്ല മസാജ് ചെയ്ത് നല്ല റിലാക്സ് ആയിട്ട് നഖമൊക്കെ വെട്ടി ക്ലീനാക്കി പല്ലൊക്കെ തേച്ച് പിന്നെന്താ നല്ല മസാജൊക്കെ ചെയ്ത് പിന്നെന്താ മുഖത്ത് എന്തെങ്കിലും മഞ്ഞപ്പൊടിയോ മഞ്ഞളും പാലും ഒക്കെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കുറേ കാണുമല്ലോ ടിപ്സൊക്കെ, കോഫി പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിട്ട് നമ്മുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ചെയ്യത്തില്ലേ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, എന്നിട്ട് നല്ല ഡ്രസ്സ്, നല്ല സ്പ്രേ ഒക്കെ അടിച്ച് ഡ്രസ്സ് ഇട്ട് നല്ല പോയി കുറേ സമയം എടുത്ത് കുളിക്കുക, നല്ലപോലെ വെള്ളം ഒഴിച്ച് തലയ്ക്ക് നല്ല തണുത്ത് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാം. കാല് വൃത്തിയായി പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുക. നിങ്ങൾ എവിടെയും പോയി ചെയ്യണ്ട, ജസ്റ്റ് നമ്മുടെ സമയം അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അതാണ് ലാസ്റ്റ് ടാസ്ക്. ഓക്കെ, ലാസ്റ്റ് ഡേയിലെ 10th ഡേയിലെ ചലഞ്ചാണ് ഇത്. ചെയ്യാവോ? റെഡിയാണോ? അത് ബോത്ത് മെയിൽസിനും ഫീമെയിൽസിനും ചെയ്യാം. ഞാൻ ജെൻഡർ തിരിച്ചൊന്നും പറയുന്നില്ല, നമുക്ക് ചെയ്യാം, ബോയ്സിനും ചെയ്യാം ഗേൾസിനും ചെയ്യാം. മസാജൊക്കെ ചെയ്ത് നല്ല ഫ്രീ ആയിട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് പോയി കുളിച്ച് സുന്ദരിയായിട്ടും സുന്ദരന്മാരുമായിട്ടും 10 ദിവസം സെറ്റാണേ. ഇനി 1 തൊട്ട് 10 വരെയുള്ള ടാസ്കുകൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. ഞാൻ അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പം ഞാൻ ഓർത്തെടുത്ത് പറയണം. ഓക്കെ, 1ാമത്തെ ടാസ്ക് നമ്മൾ എന്താ പറഞ്ഞത്? നിങ്ങളൊന്ന് പറഞ്ഞേ, ആലോചിച്ചോക്കെ. നമ്മളെ ക്ലീൻ യുവർ സ്പേസ്, നമ്മളെ സ്പേസ് ക്ലീൻ ആക്കണം. സ്പേസ് ക്ലീൻ ആക്കി നമ്മൾ എന്ത് ചെയ്യണം? 20 ലിറ്റർ 2 ലിറ്റർ വാട്ടർ കുടിക്കണം. 2 ലിറ്റർ വാട്ടർ നമ്മൾ കുടിക്കണം. പിന്നെ നമ്മൾ 20 മിനിറ്റ് നടക്കാൻ പോകണം. അടുത്ത ദിവസമാണ് 20 മിനിറ്റ് നടക്കാൻ പോകണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നടക്കാൻ പോയിട്ട് പിന്നെ എന്ത് വേണം? നമ്മുടെ ഹൈലൈറ്റ്സ്, നമ്മുടെ 2025 നടന്ന ഹൈലൈറ്റ്സ് എഴുതി വെക്കണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ അൺവാണ്ടഡ് തിങ്സ് 20 അൺവാണ്ടഡ് തിങ്സ് എടുത്ത് കളയണം. പിന്നെ നമ്മൾ ഫോൺ എന്ത് ചെയ്യണം? ഫോൺ ഡീക്ലട്ടർ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ 3 കാര്യങ്ങൾ എന്താ? നമ്മുടെ എനിക്കറിയാം, മറ്റേ സ്ലീപ്പ് കറക്റ്റ് ആക്കുക, അതുകൊണ്ട് തന്നെ സ്ട്രെച്ച് ചെയ്യുക, സ്ലീപ്പ് ചെയ്യുക, ഷുഗർ കുറയ്ക്കുക. ഓക്കെ, 3 കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് പോയിന്റ് സെൽഫ് കെയർ. യെസ്, അപ്പം 10 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ 10 പോയിന്റ് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് നമുക്ക് നാളെ തൊട്ട് ഇന്ന് തൊട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലീൻ ആക്കാൻ പോകാം. ഓക്കെ, റെഡി? ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല, ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. പിന്നെ ഞാൻ ഇത് ഒന്നും കൂടി നമുക്ക് മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് ടെലിഗ്രാം ഇട്ടേക്കാം, ടെലിഗ്രാം ജോയിൻ ചെയ്യുക, കൂടെ പോരുക. നമുക്ക് 2027 26 കളറാക്കണം. 2027 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമൊക്കെ ലെവലിലായിരിക്കും നമ്മളെല്ലാവരും. റെഡി? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.